ഇനി ഈ 4 ടീമുകൾ വരുമ്പോൾ തീ പാറുമെന്നത് ഉറപ്പല്ലേ? 4.14 ആയിരിക്കില്ല, അതിനും കുറഞ്ഞ സമയം കൊണ്ട് നടക്കും. അതുക്കും മേലെ ഈ ഫൈനലിൽ ഈ തീ പാറുന്ന മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? എങ്ങനെയാണ് അവിടുത്തെ കാണികളുടെ ഒരു റെസ്പോൺസ്? മുൻകാലങ്ങളിൽ എങ്ങും ഇല്ലാത്തതുപോലെ വലിയ ജനത്തിരക്കാണ്. അതായത് ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഏറ്റവും പുറകിലാണ്. അതായത് ഇവിടെ ഒരു സൂചി, നേരത്തെ പറഞ്ഞു, സൂചി എറിഞ്ഞാൽ താഴേക്ക് വീഴാത്ത തരത്തിൽ അത്രയും തിരക്കാണ് ഇവിടെ. അതായത് പാസ് ഉള്ളവരും പാസ് ഇല്ലാത്തവരും ഒക്കെ ഇവിടെ ഉണ്ട്. റെക്കോർഡ് വിൽപ്പന ഈ പാസിൽ, അതായത് ഗാലറിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ടപ്പോൾ, അതായത് 1500-ന്റെയും 3000-ന്റെയും 2000-ന്റെയും 1,00,000-ന്റെയും വിൽപ്പനയാണ്, ടിക്കറ്റ് വിൽപ്പന. അതിൽ നമുക്ക് ഈ ഗാലറി കാണാം. അതായത് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഗാലറിയാണ്. ഒരൊറ്റ സ്ഥലം പോലും ഇല്ല. 10 ക്ലബ്ബുകൾക്ക് വേണ്ടി ആൾക്കാരുണ്ട്. നേരത്തെ 1, 2, 3 ക്ലബ്ബുകൾക്ക് വേണ്ടിയോ ചുണ്ടന് വേണ്ടിയോ മാത്രം ആർത്ത് വിളിക്കുന്ന ഒരു ജനക്കൂട്ടമാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. 10 ചുണ്ടനും 10 ക്ലബ്ബുകൾക്ക് വേണ്ടി ദൂരെ കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്ന് മാത്രം എത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ നിരാശയാണ്. 1ാം സ്ഥാനത്ത് പള്ളാത്തുരുത്തിയും 2ാം സ്ഥാനത്ത് പുന്നമടയും എത്തി നിൽക്കുന്നു. ചെറിയ സമയത്ത് എത്തി നിൽക്കുന്നവരാണല്ലേ? സമയമെന്ന് നോക്കുമ്പോൾ മേൽപ്പാടമാണെങ്കിൽ 4:14, നടുഭാഗം 4:15, വിയപുരം 4:20, അരോമ 4:25. ഇതെങ്ങനെ ഫൈനലിൽ എങ്ങനെ വരും എന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അതായത് ഇത്തവണത്തെ ഫൈനലിനെ വ്യത്യസ്തമാക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തവണ കപ്പടിച്ചിട്ടുള്ള വിയപുരം ചുണ്ടൻ ഇത്തവണയും ഫൈനലിലേക്ക് വരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ വിയപുരം ചുണ്ടനോടൊപ്പം PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ ഡബിൾ ഹാട്രിക്ക് മോഹിച്ചാണ് വന്നത്. പക്ഷെ അവർക്ക് കഴിഞ്ഞ തവണത്തെ അതേ വള്ളം തന്നെ, മേൽപ്പാടം തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. ഇത്തവണ അവർ മേൽപ്പാടത്തിൽ തന്നെ തുടങ്ങി. അവരിതാ ഫൈനലിലുണ്ട്. 4 മിനിറ്റ് 15 സെക്കൻഡ് 4 മൈക്രോ സെക്കൻഡ്. പിന്നെ ഇതാ നടുഭാഗം ചുണ്ടൻ PBC പുന്നമട. നടുഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഗാലറിയിൽ നിന്നുള്ള ആവേശ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് പുന്നമടയുടെ കാഴ്ച. പുന്നമടയുടെ മനോഹരമായ തീരം. ആകാശം നോക്കൂ, ഒരേ സമയം ഇതാ നോക്കൂ, ഇതാ ഒരു അതിഥി കൂടിയുണ്ട്. വള്ളംകളി കാണാൻ വന്നിരിക്കുന്ന അതിഥി. വള്ളംകളി അല്ലേ? ഇവന്റെ പേര് നമുക്ക് എന്തെങ്കിലും ഒരു പേരിട്ടാലോ? പേരിടാൻ ഡോക്ടർ അൻകുമാറാണ്. നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ ഷംഷാദ് പോലത്തെ ഒരു പേര് ഷംഷാദ് കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകര്, ഇപ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാം. അതിനിടയ്ക്ക് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ പകർത്തുന്ന ചില മനോഹരമായ ഫ്രെയിമുകൾ കൂടി പ്രേക്ഷകരൊന്ന് കാണുക. ഇവിടെ ഒരു വളർത്തുനായുമായിട്ട് ഒരു വള്ളംകളി കാഴ്ചയാണ്. അവന്റെ കാലി സോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ പിന്നെ ഉടുപ്പും പാന്റും ഒക്കെ കൂടി ഇടിപ്പിച്ചുകൊണ്ട് വരാമായിരുന്നു. അത്ര നിസ്സാരക്കാരനല്ല. അല്ലെ, അവൻ കിടുവാണ്, അവൻ സൂപ്പറാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടനാട്ടുകാർ സൂപ്പറാണല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്തത് വെപ്പ് വള്ളങ്ങളുടെ ഫൈനലാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് പ്രേക്ഷകർ കാണുന്നത്. നീലയും വെള്ളയും മഞ്ഞയും ചുവപ്പും നിറപ്പിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കരയിൽ നിന്നിരുന്ന മനുഷ്യരെല്ലാം വെള്ളത്തിലായിരിക്കുന്നു. അവർ വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനിടയിലൂടെ ഒരു ബോട്ട് പോവുകയാണ്. ആ ബോട്ടിനെ അവർ വളഞ്ഞു മാറ്റി കൊടുക്കുന്നു. ഇതാണ് കുട്ടനാട്ടുകാരുടെ അഭ്യാസം എന്ന് പറയുന്നത്. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമേലെ വള്ളം എന്നുള്ളതാണ് കുട്ടനാട്ടുകാരുടെ ഒരു രീതി. അതാണ് കുട്ടനാട്ടുകാർ. ഏത് പ്രളയത്തെയും അതിജീവിക്കുന്ന മനുഷ്യരാണ്. നോക്കൂ, വീണ്ടും നമ്മുടെ ക്യാമറയിലേക്ക് അവനാണ് ഷംഷ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വള്ളങ്ങൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. 1, 2, 3, 4 ഫൈനലുകളായി ഇത്തവണ മത്സരിക്കുന്നത്. ഈ മത്സരം വെപ്പ് വള്ളങ്ങളുടേതാണ്. വെപ്പ് വള്ളങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്, പണ്ടുകാലത്ത് ഈ വലിയ ചുണ്ടൻ വള്ളങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സൈനികർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നവയായിരുന്നു ഈ വെപ്പ് വള്ളങ്ങൾ. അതെ, ആ ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം തന്നെ അതേ വേഗതയിൽ കുതിച്ചു പായാൻ ശേഷിയുള്ളവയാണ് ഈ വെപ്പ് വള്ളങ്ങളും. തുഴയുന്ന ആൾക്കാരുടെ എണ്ണത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നോക്കൂ. അവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകൾ. ആ ഹൗസ് ബോട്ടുകളിലെല്ലാം തന്നെ ഈ ഫൈനൽ മത്സരം കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. പക്ഷേ ഹൗസ് ബോട്ടിൽ നിന്നുള്ള ചെറിയ പരിമിതി എന്തെന്ന് വെച്ചാൽ, ഇതിൽ 1ാം സ്ഥാനത്ത് എത്തുന്നത് ആരാണെന്ന് അവിടെ നിന്നാൽ കാണൂല. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്.